നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതായത് മുട്ട ബജി ഉണ്ടാക്കിയ ആ ഒരു വീഡിയോൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സ് തുറന്ന് നോക്കിയപ്പോഴാണ് ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം എന്താ അറിയോ, ഞങ്ങൾ അന്നൊരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ, വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിണ്ടാവും, ഒന്നും സംസാരിക്കാതെയൊന്നും ചെയ്തത്. അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയത് എന്താ വെച്ചാൽ, അങ്ങനെ വീഡിയോ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും കൊണ്ട് മുണ്ടിയും പറഞ്ഞൊക്കെ വർത്താനം പറഞ്ഞാണ്ടൊക്കെ വീഡിയോ ചെയ്യണതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഒരുപാട് ആൾക്കാർ, എനിക്ക് അറിയില്ല അത്ര ആൾക്കാരാണ് അതിൽ കമൻറ്റ് എഴുതിയത്. അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പഴയ രീതിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ കണ്ണൂർ സ്പെഷ്യൽ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കണ്ണൂരുകാർക്ക് മനസ്സിലാവും, അല്ലാത്തവർ കമൻറ്റ് ചെയ്യാൻ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ വേഗം ഉണ്ടാക്കി വെക്കുക. ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ അതാ കത്തി നിൽക്കുന്ന അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചെടുത്ത് തുടങ്ങാം കേട്ടോ. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. നെയ്യൊക്കെ ചൂടായാൽ നോക്കല്ലേ നമുക്ക്. അപ്പോൾ അതാ നെയ്യ് ചൂടായിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ചൂടായേക്ക് അണ്ടിപ്പരിപ്പ് ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തൊടുത്തൊന്ന് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഏകദേശം ഇതാ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരിയും കൂടി അങ്ങോട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് റോസ്റ്റായി കിട്ടിയില്ല നമുക്ക്. ഇനിയിപ്പോൾ അത് വേഗം തന്നെ വാങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു പഴയകാല വിഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നിർബന്ധം തന്നെ ഇല്ല, പക്ഷേ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചേർത്തത്. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി അതേ പാനിൽ തന്നെ അതേ നെയ്യിലേക്ക് നമ്മൾ റവയാണ് കേട്ടോ ചേർക്കണേ. 1 കിലോ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വറുക്കാത്ത റവയാണ്. അപ്പോഴേ ഈ റവ വറുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ അറിയോ, ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനേ. അതുകൊണ്ട് ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് തീയെത്തിച്ചാൽ ഒരു പെട്ടെന്ന് ഇങ്ങോട്ട് വറവായിട്ടൊരു ചുവപ്പ് കളറാവില്ലേ റവ, അങ്ങനെ വേണ്ട കേട്ടോ. ചെറിയ തീ ഏകദേശം 10 മിനിറ്റ് ആയിട്ടോ നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഈ റവ വറുത്തെടുക്കണു. അപ്പോൾ ചിന്നു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അവള് വിശേഷങ്ങളൊക്കെ കുറേ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങട്ടെ. ഈ റവ കണ്ടില്ലേ, കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ, നല്ലൊരു മണമാണ് ഈ ഒരു സമയത്ത്. അതേ പാനിൽ തന്നെ ഇതാ കണ്ടോ 200 ഗ്രാം പഞ്ചസാര ചേർത്തിട്ട് നമ്മളിതാ 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകിങ്ങനെ വരുന്ന സമയത്ത് തേങ്ങ ചിരകി വെച്ചതാട്ടോ ചേർക്കണേ. ഒരു മുറിയും പിന്നെ കുറച്ചും കൂടി തേങ്ങ ഉണ്ടായിരുന്നേ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതലിടുന്നത് നല്ല ടേസ്റ്റാണ്, പക്ഷേ കൂടുതലിട്ടാൽ എന്താ അറിയോ, ഈ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ കൂടുതൽ ദിവസം നിൽക്കൂലത്രേ. അതായത് എനിക്കിത് പറഞ്ഞെന്ന ഒരാൾ പറഞ്ഞു തന്നതാട്ടോ. അപ്പോൾ എനിക്കിത് പറഞ്ഞെന്ന ആളെ ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മളൊരു വീഡിയോയിലുണ്ട് ഷാഫി. അപ്പോൾ ആ ഷാഫിയാണ് എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഷാഫി ഗൾഫിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഗൾഫിലിരിക്കുന്ന സമയത്ത് റൂമിൽ ഓരോരുത്തർ ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമല്ലോ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ കണ്ണൂരുള്ള ആരോ ഒന്ന് കൊണ്ടുവന്ന് കൊടുത്ത ഈ ഒരു സംഭവമാണ് ഈ സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവത്തിൻ്റെ പേര് പറഞ്ഞു തരട്ടെ, തരിവട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ തരിവട്ട് ഇഷ്ടമുള്ളവരും അതിനെക്കുറിച്ച് അറിയണവരും അറിയാത്തവരൊക്കെ നമ്മളെ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണം. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടടുത്താലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ കുറേ സമയം കടന്നിട്ട് വേവണം, അതായത് നമ്മളെ ഈ ഒരു പഞ്ചസാര പാനിയിൽ. അപ്പോൾ കുറേ സമയം കടന്ന് വെന്തോട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ആ ഒരു തേങ്ങ ഏലക്കായൻ്റെ പൊടിയും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇളക്കണം. 10 മിനിറ്റ് ആയിട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കിയേ. ഇപ്പോൾ കണ്ടോ ആ തേങ്ങയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഇതാ പഞ്ചസാരയും നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ഇത്രയും സമയം കടന്ന് വെന്താൽ എന്താ അറിയോ, നമ്മൾ ഉണ്ടാക്കണ ഈ ഒരു സംഭവം ഒരു 2-3-4 ദിവസമൊന്നും കേട് വരാതെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണിത് നല്ലോണം വേവിക്കണം എന്ന് പറയുന്നത് തേങ്ങ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള റവ ഇട്ടെടുക്കുകയാണേ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു, നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. കൂടെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നന്നായിട്ട് ഇനി ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളിട്ടിട്ടുള്ള ആ പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി ഇങ്ങോട്ട് റവയ്ക്ക് ഇങ്ങോട്ട് പിടിച്ച് കിട്ടണം. അങ്ങനെ ഇതാ ഒരു ഉപ്പുമാവ് പരുവത്തിലായില്ലേ നമ്മളെ ഈ ഒരു സംഭവം. ഇനിയിപ്പോൾ അധികം കൂടുതൽ സമയം ഇങ്ങനെ കത്തിക്കൊന്നും വേണ്ട കേട്ടോ, ചെറിയ തീയിൽ തന്നെയാണ് വെച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ച് നമ്മളിതാ എല്ലാ ഭാഗത്തേക്കും ആ ഒരു പഞ്ചസാരയും തേങ്ങയുള്ള ആ ഒരു നല്ല മധുരമുള്ള ഒരു സംഭവമല്ലേ, അതിങ്ങോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ റവേൻ്റെ. ഇങ്ങനെ ആ ചൂടുള്ള പഞ്ചസാര പാനിയിൽ ഇങ്ങോട്ട് കിടന്നിട്ട് റവയൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങാം. അപ്പോൾ ഞാനേ ഒന്ന് ചൂടാറി കിട്ടണം കേട്ടോ, കാരണം നമുക്കിത് ഉണ്ടാക്കണ്ടേ. നല്ല ചൂടിൽ ഉണ്ടാക്കാൻ കഴിയൂല, പക്ഷേ തീരെ ചൂടാറാനും പാടില്ല, ഒരു ചെറിയ ചൂട് വേണേനും. അപ്പോൾ ഈ ഒരു ചട്ടി തന്നെ കിടന്നാലേ വീണ്ടും ഇത് ഡ്രൈ ആവും. അപ്പോൾ ഞാൻ മാറ്റി വയ്ക്കാം. ചൂടാറിയോ? ചെറിയ ചൂടാറിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്രയും എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഉരുട്ടുക.
ചൂടുണ്ട് കേട്ടോ കയ്യിൻ്റെ ഉള്ളിൽ, നന്നായിട്ട് മുറുക്കിയിട്ട് വേണം കേട്ടോ ഉരുട്ടാൻ. അപ്പോൾ അതാ ഞാൻ ഉരുട്ടി ഒരു ഉരുണ്ടയാക്കിയിട്ടുണ്ടേ, പ്ലേറ്റിലേക്ക് വെക്കുകയാണേ. മഴ ചെറുതായിട്ട് തുള്ളി ചാണ്ട് കേട്ടോ, പ്ലേറ്റിലൊക്കെ വെള്ളത്തുള്ളി ഉണ്ട്. വീണ്ടും എടുക്കുക, കുഴയ്ക്കുക, ഉരുട്ടുക, വെക്കുക. ഒരു മുന്തിരിയൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ നമുക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും മുന്തിരി അണ്ടിയൊക്കെ, പക്ഷെ എന്നാലും കാണാനൊരു രസമല്ലേ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇതേപോലെ ഇതിന്റെ എന്താ പറയാ, ഇത് നല്ല ഉറപ്പുണ്ട് കേട്ടോ. കുറച്ച് സമയമായില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട്. ഞാൻ വിചാരിച്ചത് എന്താ പറയാ, ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു. ഞാനും അങ്ങനെ വിചാരിച്ചത്, ഗൾഫിക്കൊക്കെ കൊടുത്തയക്കാന്ന് പറയുമ്പോ അല്ലേ ഒന്നും ആയിട്ടില്ല കേട്ടോ, നല്ല ഉറപ്പിൽ നിൽക്കുന്നുണ്ട്, നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ടേസ്റ്റ് എങ്ങനെയാണാവോ, ആദ്യമായിട്ട് കഴിക്കാൻ ഉണ്ടാക്കുമ്പോ തന്നെ എനിക്ക് കൊതിണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ അപ്പൊ പിടിച്ചു നിന്നതാ, അതിന്റെ ടേസ്റ്റ് ഒറ്റയടിക്ക് കഴിക്കുമ്പോൾ മാത്രം അറിയണമെന്ന് വിചാരിച്ചിട്ട്. ആണോ? കഴിച്ചോട്ടെ. ഓ തീർച്ചയായിട്ടും. അമ്മാ ഇവന്റെ ഒരു കഴിക്കൽ കാണുമ്പോഴേക്ക് ഇങ്ങനെ ഒന്നായിട്ടുണ്ട് വായിലിടും. ടേസ്റ്റ് ഉണ്ടല്ലേ, പക്ഷെ ഒന്നായിട്ട് വയലിട്ടുണ്ടടാ, ആ രുചി അറിഞ്ഞറിഞ്ഞ് വെക്കാം. പൂ പോലത്തെ ടേസ്റ്റ്, അങ്ങനത്തെ ഒരു ക്യൂട്ട് ടേസ്റ്റ്. ഞാൻ പറയാം, ഭയങ്കര ഓവറായിട്ട് മധുരം അങ്ങനെയല്ല, ഒരു മീഡിയം ലെവലിൽ മധുരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക തരം ലഡു, പ്രത്യേക ഒരു സാധനം. തരി തരിയൊക്കെ ഉണ്ടായിട്ട് തരി ലഡു അങ്ങനെയൊക്കെ തന്നെ കിട്ട പേര്. രസമുണ്ട് സംഭവം. എന്തായാലും കണ്ണൂർക്കാരെ നിങ്ങളെ വിഭവം അടിച്ചു പൊളിച്ചു. എന്താ ഓരോ ഭാഷ എങ്ങനെ എനിക്കറിയാം, എനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. വേറെയാ? എന്തായാലും ഭാഷയെ കുറിച്ച് പറയണില്ല. പിന്നെ വേറെ കാര്യം പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരാൾ പറഞ്ഞതിൻ്റെ, ഒരാൾ മാത്രമല്ല കേട്ടോ, കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ അത്ര നമ്മളെ ഇത് വർത്താനം ഇങ്ങനെ കേൾക്കണത്. അപ്പൊ അങ്ങനെ ഇറിറ്റേഷൻ ഉള്ളവർ നമ്മളെ വീഡിയോ കാണാതിരിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ അതെ, ഞങ്ങൾക്ക് ആരും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നൊരു ഇതുമില്ല കേട്ടോ. പിന്നെ ഒരാൾ പറയാം അഹങ്കാരം കൂടിന് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മനു പോലും ഓർത്തിട്ടില്ല ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ ചിന്നുവിൻ്റെ അടുത്താ പറഞ്ഞത്, നമുക്ക് അങ്ങനെ ഒന്നും ചെയ്തു നോക്കിയാൽ അയാൾ കുറേ അങ്ങനെയാണോന്ന് പറയാം. അതെ, അല്ലാതെ ആരും ഞങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിക്കാനോ അഹങ്കാരം കാണിക്കുകയോ ഒന്നും കൊണ്ടല്ല കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടല്ല. ഞാനെന്താ വെച്ചാൽ വർത്താനം പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കുറച്ച് നേരം വെറുപ്പിക്കണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ വീഡിയോ ചെയ്യണത്. വയൽ കിട്ടണത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യണേ. അപ്പം അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് പറഞ്ഞാല് അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അതെ, നമുക്ക് ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാര്യം ചെയ്യുന്നത്. ഇതേപോലെ കുറെ 1 മില്യൺ ഉണ്ടാക്കണം, 2 മില്യൺ ഉണ്ടാക്കണം, അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മള് ഷെയർ ചെയ്യാം, ഇഷ്ടത്തോടു കൂടി വീഡിയോ ചെയ്യാം. അതെ, അത്രയും താല്പര്യം ഉണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, ഇന്നെ ഞാൻ പറഞ്ഞുതരാം. 2-3 ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഞാൻ മനോട് പറയും ചെയ്ത് നോക്കി വീഡിയോ ചെയ്യാൻ കൊതിയായി, എത്ര ദിവസമായി നമ്മള് വീഡിയോ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞു. ഓരോരോ തിരക്കൊണ്ട് ഇങ്ങനെ മാറി മാറി പോയതാണ്. കാരണം ഞങ്ങള് പൈസ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്നോ നിർത്തും. കാരണം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏകദേശം 1-1.5 കൊല്ലം ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു കാരണം എനിക്ക് പറഞ്ഞ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. എനിക്ക് ഇപ്പൊ എഡിറ്റ് ചെയ്യാതിരുന്നാലും ഞാൻ എഡിറ്റ് ചെയ്യും, കാരണം എനിക്ക് ആ താല്പര്യം അത്രയാണ്. നമ്മളെ ചെയ്യും. അത് ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കഴിയൂല. ഇപ്പൊ ഉഞ്ഞമായി ആയിക്കോട്ടെ, അതേപോലെ ഇങ്ങനെ ഓരോ റെസിപ്പി ഓരോ ദിവസം ഇങ്ങനെ കണ്ടെത്തി ചെയ്യണം. അപ്പൊ അതാ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരേ സംഭവം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോ താല്പര്യം ഇല്ലാത്ത സംഭവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ഞങ്ങൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് ഈ 1-1.5 കൊല്ലം ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ചെയ്യണത് ഇപ്പൊ ചെയ്യണതിനും കാരണം അതാണ്, ആ താല്പര്യമുള്ളതുകൊണ്ടാണ്. അല്ലാതെ അതേപോലെ 1 മില്യൺ ഉണ്ടാക്കണം, 2 മില്യൺ ഉണ്ടാക്കണം. നിങ്ങൾക്ക് മാക്സിമം രസം തോന്നുന്ന എന്താണോ അത് ഞങ്ങള് തരാൻ നോക്കുന്നുണ്ട്. അതാണ് എങ്ങനെയാണ് കാണുന്നത് നമ്മൾക്ക് അറിയില്ല. ഞങ്ങളൊരു ആരെയും കുറ്റപ്പെടുത്തിയും കൊണ്ടോ മോശമായിട്ടോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഒരു വൾഗറായിട്ടുള്ള രീതിയിൽ ഒന്നും ഞങ്ങൾ വീഡിയോ ചെയ്യാറില്ല. എന്തെങ്കിലും കണ്ടന്റ് കിട്ടണത് അത് നല്ല ഞങ്ങളുടെ രീതിയിൽ, വേറൊരാളതും കോപ്പി അടിച്ചിട്ടല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ മനു പറഞ്ഞിരുന്ന രീതിയിലുമാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് എന്ന് അറിയണേൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഏതൊരു സംഭവമാണെങ്കിൽ ഇതാണ്, നമുക്ക് എല്ലാവരും ഒരേപോലെ സന്തോഷിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ, അതിന്റെ ഒക്കെ ഓരോ കാര്യങ്ങളുകൊണ്ടായിരിക്കും, എന്താ അറിയില്ല. പേര് പറയണില്ല ഞാൻ, ആൾക്ക് മനസ്സിലായിണ്ടാവും ആരെ കുറിച്ചാണ് ഞാൻ പറയണെന്ന്. കാരണം വീഡിയോ വരുമ്പോഴേക്ക് കാണുന്നുണ്ട് ആള്. 2-3 കമന്റ് ആയിട്ടാണ് ആളിടുന്നത്. ഞങ്ങളെ സമയം വേസ്റ്റ് ആയി പോയി.
ഇത്രയും താന്നല്ല, നിങ്ങളൊക്കെ എന്തിനാണ് വീഡിയോ ചെയ്യണത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ വീഡിയോക്കും ഞാൻ ആൾക്ക് ഇതുവരെ ഒരു റിപ്ലൈ കമന്റ് ഞാൻ കൊടുത്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അത് ഞാൻ വെച്ചിട്ട് ഞാൻ മോശം കമന്റിക്ക് വരണ്ട, നല്ല കമന്റ് മാത്രം വന്നാൽ മതി ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരുന്നു, അതേപോലെ ഇതിൽ കുറച്ചുകൂടി മാറ്റം വരുത്തിയാൽ നന്നായിരുന്നു, അതൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. കാരണം നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ കുറച്ചുകൂടി നന്നാക്കിയെന്നു അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആരും ഇപ്പൊ ഇതിനെ വിജയിച്ച് നിൽക്കുന്ന ആൾക്കാരൊന്നുമില്ല. എല്ലാവർക്കും ഒന്നും അറിയാത്തടത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഇത്തിരിയൊക്കെ അങ്ങനെയൊക്കെ തന്നെ വളർന്നു വരികയാണ്. അങ്ങനെ ഞങ്ങൾ ചെറുതായ രീതിയിൽ ഇങ്ങനെ വീഡിയോ ചെയ്തു വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. എല്ലാവരും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അത് സാറില്ല, നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലായിണ്ടാവും. ആ അതെ, ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും കൂടി പറയണേ, ഇത് സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഷാഫിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ടോ, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം, അടിപൊളിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കുക. ഈ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ പലഹാരം എല്ലാ ജില്ലക്കാരും ഉണ്ടാക്കട്ടെ. ഇപ്പോൾ എല്ലാ ജില്ലക്കാരും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നിങ്ങളൊരു കമൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല കമൻറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.